ഇനി മുതൽ ഓസിന് ഇന്ധനം കിട്ടില്ല. സർക്കാർ വാഹനങ്ങൾക്ക് ഇനി ഇന്ധനം തരില്ലെന്ന് പമ്പുടമകൾ. ഒന്നും രണ്ടുമല്ല, കുടിശ്ശിക 2000 കോടി രൂപയാണ്. സർക്കാർ വാഹനങ്ങളുടെ മുന്നിലും അടിപതറുകയാണ് പിണറായി സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പോലീസുകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇന്ധനം നൽകില്ല എന്നാണ് പറയുന്നത്. പമ്പുടമകളും കൈമലർത്തുകയാണ് സർക്കാരിന് മുന്നിൽ. ഏപ്രിൽ 1 മുതൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം പൂർണ്ണമായി നിർത്തുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം പറയുന്നു. പമ്പുടമകളുടെ വയറ്റത്തടിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. 2000 കോടിയുടെ കുടിശ്ശിക വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും പമ്പുടമകൾ പറയുന്നു. ഇതിനെതിരെ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കത്തു നൽകിയെങ്കിലും ഫലമില്ല. കുടിശ്ശിക സംബന്ധിച്ച് ജനുവരി 1 ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് 6 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ 4 മാസത്തെ കുടിശ്ശിക പമ്പുകൾക്ക് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും 6 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ട്. 4 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കിട്ടാനുള്ള പമ്പുകളുണ്ട്. മാർച്ച് 31 മുൻപ് മുഴുവൻ കുടിശ്ശികയും തീർക്കാത്ത പക്ഷം പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, മറ്റ് സർക്കാർ കരാറുകാർ എന്നിവർക്കുള്ള ഇന്ധന വിതരണം പൂർണ്ണമായി നിർത്തിവെക്കുമെന്നാണ് അറിയിപ്പ്. ഇതിനു പുറമെ കേരളത്തിലെ BJPയുടെ സ്വീകാര്യതയിൽ കയറ് പൊട്ടിക്കുകയാണ് സർക്കാർ. കേന്ദ്രം എന്ത് നയം കൊണ്ടുവന്നാലും അത് നടപ്പിലാക്കാതെ എതിർത്ത് നിന്ന് ഒടുവിൽ ജനങ്ങളുടെ വയറ്റത്തടിക്കുന്നു. ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില കുറഞ്ഞപ്പോൾ കേരളത്തിന് വില കുറയ്ക്കാൻ പറ്റില്ലെന്ന നയമാണ് സർക്കാർ എടുത്തത്. സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ മുട്ടിലിഴയ്ക്കുന്നു. അത് ബാധിക്കുന്നത് ജനങ്ങൾക്കും. കേന്ദ്ര സർക്കാർ 2 രൂപ പെട്രോളിനും ഡീസലിനുമായി കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാർ വില കുറയ്ക്കില്ല എന്നാണ് റിപ്പോർട്ട്. വില കുറയ്ക്കാത്തതിന് കാരണമായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കേന്ദ്ര ഫണ്ട് വേണം, എന്നാൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ ആകില്ല എന്ന മട്ട്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർച്ച് 31 ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിശാല മനസ്സോടെ വിഷയത്തെ സമീപിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം എതിർപ്പ് ഉന്നയിച്ചെങ്കിലും പിന്നീട് തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ N വെങ്കിട്ടരാമൻ പറഞ്ഞിരുന്നു. ഏപ്രിൽ 1 അടിയന്തര സഹായമായി 5000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും അടുത്ത 10 ദിവസത്തെ പ്രതിസന്ധിയാണ് കണക്കിലെടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർദ്ദേശം. കോടതി ഇത് തള്ളിയിരുന്നു. കടമെടുപ്പ് പരിധിക്കപ്പുറം രക്ഷാ പാക്കേജാണ് കേരളം ചോദിക്കുന്നതെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. രക്ഷാ പാക്കേജിന് മറ്റ് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന നിരസിച്ചിരുന്നെന്നും കേരളത്തിന് മാത്രം നൽകുന്നത് വേർതിരിവാകുമെന്നും കേന്ദ്രം വാദിച്ചു. 10 ദിവസം കൂടി കേരളം പിടിച്ചു നിന്നാൽ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 5000 കോടി അടിയന്തരമായി നൽകാമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ കാര്യമല്ല, അടുത്ത 10 ദിവസത്തെ പ്രതിസന്ധിയാണ് പ്രശ്നമെന്ന് ജസ്റ്റിസ് സൂര്യകാന്തും അറിയിച്ചു. തൽക്കാലം സഹായിക്കണമെന്നും ആ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ സഹായിക്കാനുള്ള കേന്ദ്രത്തിന്റെ സത്യസന്ധമായ ഉദ്ദേശത്തെ സംശയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഒറ്റത്തവണ പാക്കേജ് എന്ന നിലയിൽ കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.